ഇവിടെ നമ്മൾ പണിയെടുക്കുന്നതിലുപരി പണിയെടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിലാണ് കാര്യം. ഒരു ലാപ്ടോപ്പും കയ്യിൽ പിടിച്ച് അന്തം പിടിച്ചുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർ വിചാരിച്ചോളൂ ഓടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കണ്ട ഈ പ്രേമലൂരിലെ റീനുന്റെ ഓഫീസില്ലേ, അവിടുത്തെ ഓഫീസുകളിൽ എങ്ങനെ ജോലി കിട്ടുക? എടാ, നമുക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിട്ട് മാത്രം അവിടെ ജോലി കിട്ടണമെന്നില്ല. നമ്മൾ കുറച്ച് ടാക്ടിക്സും കൂടി യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ മിക്കതും ഇന്റേണൽ റെഫറൻസ് ആണ് നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ഒരിക്കലും അവരുടെ ജോബ് ഒരു ഓപ്പർച്യൂണിറ്റി നേരെ കൊണ്ടുപോയി നോക്കറിയിലോ അങ്ങനെയുള്ള സൈറ്റിൽ കൊണ്ടുവരില്ല. ബിക്കോസ് അവർക്ക് എക്സ്പെൻസ് ഉണ്ട്. ഇന്റേണൽ എംപ്ലോയീസ് വരെയാണ് 80% ഹയറിങ് നടക്കുന്നത്. ഇതിന്റെ ആ ഒരു മാസ് മാർക്കറ്റ് ആർക്കും അറിഞ്ഞുകൂടാ. ഇതെങ്ങനെ ട്രിക്കി ആക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ആർക്കും അറിഞ്ഞുകൂടാ. വളരെ 1-2 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക്ഡിനിൽ കൂടെ മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ടെക്നിക്കൽ കോഴ്സും കൂടി ഇതിനുമ്പോൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഡിഗ്രി ഉള്ള ഒരാൾ ജസ്റ്റ് ഡിഗ്രി മാത്രം ഉണ്ടായി കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ ആ എക്സ്പീരിയൻസിൻ്റെ ഒപ്പം അഡ്വാൻസ് എക്സൽ എനിക്കറിയാം, VLOOKUP അറിയാം, പവർ ബിയുടെ ബേസിക് എനിക്കറിയാം. ഇത്രയും കാര്യങ്ങൾ കൂടി ആ റെസ്യൂമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഹയർ ചെയ്യാനുള്ള ചാൻസ് ഏത് പൊസിഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഏത് ഫ്രണ്ട് ഓഫീസ് പൊസിഷൻ തുടങ്ങിയിട്ട് എത്രയും വലിയ പൊസിഷൻ ആയപ്പോലും ഹയർ ചെയ്യാനുള്ള ചാൻസ് 70% കൂടും. ബിക്കോസ് ഏത് പൊസിഷനും എക്സലും പവർ ബിയും അതുപോലെയുള്ള കാര്യങ്ങൾ അറിയണം. മനസ്സിലായില്ലേ? ഇതിന്റെ ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള കിട്ടാനുള്ള സാധ്യത നമുക്ക് 20% സാധ്യത എന്നുള്ളത് അതൊരു 70% കൂടാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. 1-2 കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.